നിങ്ങൾ ജോലി അന്വേഷിക്കുന്നവരാണോ ഉദ്യോഗാർത്ഥികളാണോ? എന്നാൽ നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത. പത്തനംതിട്ടയിൽ എല്ലാ ശനിയാഴ്ചകളിലും ജോബ് ഫെസ്റ്റുകളുണ്ട്. ഞാനിപ്പോൾ ഉള്ളൊരു ജോബ് ഫെസ്റ്റ് നടക്കുന്ന സ്ഥലത്താണ്. പത്തനംതിട്ടയിലെ എൻ്റെ ഉദ്യോഗാർത്ഥികളൊക്കെ ഒരു കൂട്ടത്തോടെ എത്തുകയാണ്. ഒരു കോളേജിൽ പഠിച്ച വിദ്യാർത്ഥികളൊക്കെയാണെന്ന് മനസ്സിലാക്കുന്നത്. നിങ്ങളൊക്കെ ഒരിടത്ത് പഠിച്ച ആളുകളാണല്ലേ? അതെ അതെ. ഇന്നൊരു ജോബ് ഫെസ്റ്റിനായി എത്തിയിരിക്കുകയാണ്. അതെ. ഏത് കോളേജിലാണ് പഠിച്ചത്? ഞങ്ങൾ ചെങ്ങന്നൂർ IHRD. എങ്ങനെയുണ്ട് ഈ ജോബ് ഫെസ്റ്റിൻ്റെ ഈ കോൺസെപ്റ്റ്? എങ്ങനെയുണ്ട്? കൺസെപ്റ്റ് വളരെ നല്ലതാണ്, ഭയങ്കര ഹെൽപ്ഫുൾ ആണല്ലോ. ഒരുപാട് പേര് പഠിച്ചിറങ്ങുന്നുണ്ട്, പ്രത്യേകിച്ച് ടെക് ഫീൽഡിലോട്ടൊക്കെ ഒത്തിരി പേര് പഠിച്ചിറങ്ങുന്നുണ്ട്. അപ്പം അവർക്ക് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുമ്പോൾ എങ്ങനെയുണ്ട് ജോബ് ഫെസ്റ്റിലേക്ക് വന്നിട്ട്? കുഴപ്പമില്ല. ഇവിടെ രജിസ്ട്രേഷൻ ഫീസ് വല്ലതും മേടിച്ചോ? ഇല്ല, ഫ്രീ ആണ്. എങ്ങനെയാണ് ഇതിനെപ്പറ്റി അറിഞ്ഞത്? ഫ്രണ്ട്സ് വഴി തന്നെയാണ്. അതാണ് ജോബ് ഫെസ്റ്റിനെ ധാരാളം ആളുകൾ എത്തുന്നുണ്ട്, വിദ്യാർത്ഥികൾ എത്തുന്നുണ്ട്. ഈ ജോബ് ഫെസ്റ്റിലേക്ക് വന്നിരിക്കുകയാണ്. നിങ്ങളൊക്കെ എന്ത് പഠിച്ച ആളുകളാണ്? MCA. ഒരു കോളേജിൽ പഠിച്ച കുട്ടികളാണ്. അതെ. ഇവിടെ രജിസ്ട്രേഷൻ ഫീസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഫ്രീ ആണ്. ഇതാണ് രജിസ്ട്രേഷൻ ഫീസ് ഒന്നുമില്ലാൻ തരാം. എല്ലാ ശനിയാഴ്ചയും ഉണ്ട്. ഇതുവരെ 2200 അധികം ആളുകൾക്കാണ്, ഉദ്യോഗാർത്ഥികൾക്കാണ് ഇത്തരം ജോബ് ഫെസ്റ്റ് വഴി തൊഴിൽ ഉറപ്പാക്കിയത്, നിയമന ഉത്തരവ് ലഭിച്ചത്. ഏറ്റവും മികച്ച ഒരു പദ്ധതി കൂടിയാണ്. ഇപ്പം ഇതിൻ്റെ ജില്ലാ പ്രോഗ്രാം കോർഡിനേറ്റർ DMC ഡിസ്ട്രിക്ട് പ്രോഗ്രാം കോർഡിനേറ്റർ DPCയോടെ ചേരുകയാണ്. ഹരികുമാർ കൂടെ ചേരുകയാണ്. ഇത്തരം ഒരു പദ്ധതിയെപ്പറ്റി അദ്ദേഹം കൂടുതൽ വിശദീകരിക്കുന്നതായിരിക്കും. നമുക്ക് അദ്ദേഹത്തിനോട് ചോദിക്കുന്നതാണ്. ഇപ്പോൾ 2200ഓളം ഉദ്യോഗാർത്ഥികൾക്ക് ജോലി ഉറപ്പാക്കിയില്ലേ? തീർച്ചയായിട്ടും വിജ്ഞാന പത്തനംതിട്ട വഴി 2200 പേർക്കാണ് ഇതുവരെ നമുക്ക് ജില്ലയിൽ ജോലി നൽകാൻ സാധിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് എല്ലാ ശനിയാഴ്ചയാണോ ജോബ് ഫെസ്റ്റ് ഉള്ളത്? വിജ്ഞാന കേരളത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ വിർച്വൽ ജോബ് ഫെയറുകളാണ് പ്രധാനമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ വിർച്വൽ ജോബ് ഫെയർ ജില്ലയിലെ ഏതെങ്കിലും ഇൻ്റർനെറ്റ് സൗകര്യങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങളുള്ള SDPK സെൻറ്റർ, സ്കിൽ ഡെവലപ്മെൻറ്റ് പ്ലാറ്റ്ഫോം എന്ന പേരിലുള്ള SDPK സെൻറ്ററുള്ള എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ചാണ് എല്ലാ ശനിയാഴ്ചകളിലും ഈ ജോബ് ഫെയറുകൾ നടക്കുന്നത്. അതിൽ പത്തനംതിട്ട ജില്ലയിലെ ഇപ്പോൾ നടന്നു വരുന്ന ജോബ് ഫെയറുകൾ പത്തനംതിട്ട തിരുവല്ലയ്ക്കടുത്തുള്ള കല്ലൂപ്പാറ IHRD എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ചാണ് നടക്കുന്നത്. ഓരോ ആഴ്ചയും പ്രത്യേക വിഭാഗങ്ങൾക്കുള്ള ജോബ് ഫെയറുകളാണ് നടക്കുന്നത്. ഇപ്പോൾ ഇന്നിവിടെ നടക്കുന്നത് ടെക്നിക്കൽ ഗ്രാജുവേറ്റ് ജോബ് ഫെയർ, അതായത് BTech ഉൾപ്പെടെയുള്ള സാങ്കേതിക യോഗ്യത ബിരുദം നേടിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ജോബ് ഫെയറാണ് നടക്കുന്നത്. ഓരോ ആഴ്ചയും അടുത്ത ആഴ്ച ഡിപ്ലോമ, ITI, ജനറൽ ഡിഗ്രി, നേഴ്സിംഗ്, പാരാമെഡിക്കൽ തുടങ്ങിയ വിവിധ വിഭാഗങ്ങൾക്കുള്ള ജോബ് ഫെയറുകൾ ഓരോ ആഴ്ചയും റൊട്ടേറ്റ് ചെയ്ത് വരുന്ന രീതിയാണ് ഇപ്പോൾ ഈ ജോബ് ഫെയറിൻ്റെ രീതി എന്ന് പറയുന്നത്. ഓരോ ആഴ്ചയുമുള്ള ജോബ് ഫെയറിന് മുന്നോടിയായിട്ട് ഏതൊക്കെ കമ്പനികളാണ്, ഏതൊക്കെ തസ്തികകളിലേക്കാണ് ഇതിൻ്റെ ജോലി സാധ്യതകൾ തുടങ്ങിയ സംബന്ധിച്ച് വിശദമായ വിവരങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയ വഴിയും പത്രങ്ങൾ വഴിയും മറ്റ് മാധ്യമങ്ങൾ വഴിയും ഞങ്ങൾ ഉദ്യോഗാർത്ഥികളെ അറിയിക്കും. വാട്സാപ്പിൽ കൂടെ അവരെ നേരിട്ട് അറിയിക്കുന്നുണ്ട്. വെബ്സൈറ്റ് വഴി കയറി കഴിഞ്ഞാൽ ഈ അവസരങ്ങൾ സംബന്ധിച്ച് കൃത്യമായ വിശദാംശങ്ങൾ ലഭിക്കുന്നതുമാണ്. ഡോക്ടർ TM തോമസ് ഒക്കെ പറഞ്ഞു ഇവർക്കൊക്കെ ട്രെയിനിങ് കൊടുക്കുന്ന ഒരു പദ്ധതിയുണ്ട്. അത്തരം കാര്യങ്ങൾ ഇപ്പോഴുണ്ടോ? തീർച്ചയായിട്ടും ഞങ്ങളിപ്പോൾ 2 രീതിയിലുള്ള ട്രെയിനിങ്ങുകളാണ് ഞങ്ങൾ നടത്തി വരുന്നത്. ഒന്ന്, തൊഴിലന്വേഷകരായി യോഗ്യത നേടി പുറത്ത് നിൽക്കുന്ന തൊഴിലന്വേഷകർക്ക് അവർക്ക് തൊഴിൽ നേടുന്നതിനാവശ്യമായ ഒരു അഭിമുഖത്തിന് വേണ്ടിയിട്ടുള്ള പ്രാഥമികമായ തയ്യാറെടുപ്പ്, അതോടൊപ്പം സ്കിൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഡൊമൈൻ നോളജ് ഉൾപ്പെടെയുള്ള മറ്റ് പരിശീലനങ്ങൾ. ഇതോടൊപ്പം തന്നെ ഞങ്ങളിപ്പം കഴിഞ്ഞ ആഴ്ച ആരംഭിച്ചിരിക്കുന്നത് നമ്മുടെ അവസാന വർഷ വിദ്യാർത്ഥികളായി ക്യാമ്പസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സ്കിൽ ഡെവലപ്മെൻറ്റ് വിവിധ മേഖലകൾ, കമ്പ്യൂട്ടർ, സൈബർ സെക്യൂരിറ്റി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തുടങ്ങിയ വിവിധ മേഖലകളിലുള്ള പരിശീലനങ്ങൾ, അവർ അവസാന വർഷ പരീക്ഷ പാസ്സായി പുറത്തിറങ്ങിയാൽ ഈ സ്കില്ലിനോടൊപ്പമുള്ള അനുയോജ്യമായ ജോലി ലഭിക്കുന്ന രീതിയിലുള്ള പാരലായിട്ടുള്ള സ്കില്ലിംഗ് ആണ് ഇപ്പം ഞങ്ങൾ പ്ലാൻ ചെയ്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. വിജ്ഞാന പത്തനംതിട്ട പ്രവർത്തനങ്ങൾ തുടങ്ങിയ ഡോക്ടർ TM തോമസ് ഐസക് തിരുവല്ലയിൽ നടത്തിയ ആഗോള മലയാളി സംഗമത്തിൻ്റെയൊക്കെ ഭാഗം കൂടിയല്ലായിരുന്നു? തീർച്ചയായിട്ടും മൈഗ്രേഷൻ കോൺക്ലേവിലാണ് ഇതിന് അടിത്തറയിട്ടത്. മൈഗ്രേഷൻ കോൺക്ലേവിൽ ഉയർന്നു വന്ന ആ പ്രവാസി സംഗമത്തിൽ ഉയർന്നു വന്ന ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വിജ്ഞാന പത്തനംതിട്ട എന്ന ഒരു പദ്ധതിക്ക് രൂപം നൽകുന്നതും തുടർന്നത് പത്തനംതിട്ട ജില്ലയിൽ ഒരു പൈലറ്റ് എന്ന രീതിയിൽ ആരംഭിച്ച് ഇന്ന് സംസ്ഥാനത്തെ 14 ജില്ലകളിലും വിജ്ഞാന കേരളം എന്ന രീതിയിൽ അത് വ്യാപിപ്പിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും ഇത് അങ്ങനെയാണ് ഈ പദ്ധതി. ഇപ്പോൾ രജിസ്ട്രേഷൻ പുരോഗമിക്കുകയാണ്. നമുക്ക് രജിസ്ട്രേഷൻ ഇടയ്ക്കും 2 കാര്യം മാത്രം ചോദിക്കാം. ആറന്മുള ജോബ് സ്റ്റേഷനിലെ റാണി ചേരുന്നുണ്ട്. മാഡം, ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഇതിനെ പറ്റി എങ്ങനെയാണ് ആളുകൾ രജിസ്റ്റർ ചെയ്യേണ്ടത് ഈ ജോബ് ഫെസ്റ്റിലേക്ക്? അതോടെ
ഇതിന് രജിസ്റ്റർ ചെയ്യേണ്ടത് നമ്മൾ DWMS കണക്റ്റ് എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്. ആ ആപ്പിനകത്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അവരുടെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ആയിട്ട് കിട്ടും. അത് അനുസരിച്ച് ഞങ്ങൾ അവരെ കോൺടാക്റ്റ് ചെയ്തിട്ട് അവർക്ക് അവരുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് അവരുടെ ലിസ്റ്റ് നമ്മൾ സോർട്ട് ചെയ്യും. അതിനുശേഷം ഞങ്ങൾ അവരെ കോൺടാക്റ്റ് ചെയ്തിട്ട് ഇതിന് വരണം എന്നുള്ള കാര്യം ഞങ്ങൾ അവരോട് അറിയിക്കും. ഇന്ന ജോബ് ഫെയർ നടക്കുന്നുണ്ട്, ഏത് ജോബ്സ് എവിടെ വെച്ചാൽ നടക്കുന്നതെന്നുള്ള കാര്യങ്ങൾ അവരോട് അറിയിക്കും. അങ്ങനെയാണ് വരുന്നത്. ഇവിടെ ഇപ്പോൾ നടക്കുന്ന ഇവിടെ സ്പോട്ട് രജിസ്ട്രേഷൻ അല്ലേ? അത് നേരത്തെ രജിസ്റ്റർ ചെയ്താൽ വീണ്ടും രജിസ്റ്റർ ചെയ്ത് രജിസ്റ്റർ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി അവർ ഇന്ന് ഇതിന് അപ്ലൈ ചെയ്തിട്ടുള്ളത് അത് അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ രജിസ്ട്രേഷൻ നടത്തുന്നത്. എല്ലാവരും DWMS രജിസ്റ്റർ ചെയ്ത കുട്ടികൾ തന്നെ ആയിരിക്കും. അതായത് കേട്ടല്ലോ, പത്തനംതിട്ട ജില്ലയിലെ ഉദ്യോഗാർത്ഥികൾ, പത്തനംതിട്ട ജില്ലയിൽ മാത്രമല്ല എവിടെ നിന്നുള്ള ആളുകൾക്കും ഈ ജോബ് ഫെസ്റ്റിൽ പങ്കെടുക്കാം. ഒരു കാര്യം ഓർക്കുക, അടുത്ത ആഴ്ച നിങ്ങൾ എന്നെപ്പോലെ ഇവിടെ ഇരുന്ന ജോലി അന്വേഷിക്കുന്നവർക്കാണെങ്കിൽ ഇവിടെ സ്പോട്ട് രജിസ്റ്റർ ചെയ്യാം. പിന്നീട് വെർച്വൽ ഇൻ്റർവ്യൂ പങ്കെടുത്തുകൊണ്ട് ജോലിയും ഉറപ്പാക്കാം. അപ്പോൾ എന്തായാലും വേഗമാകട്ടെ, DWMS ആപ്പിൽ കയറി രജിസ്റ്റർ ചെയ്യുക. ക്യാമറമാൻ അഖിലേഷ് കുടുംബത്തോടൊപ്പം സുജി ടി ബാബു, കൈരളി ന്യൂസ്, പത്തനംതിട്ട.